വെൽക്കം ടു ഓൾ. നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ SCERT ബേസ്ഡ് ക്ലാസ്സാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഈ ചാപ്റ്ററോട് കൂടി നമ്മുടെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആവണം കേട്ടോ. അതിന് മുമ്പുള്ള SCERT നമ്മൾ ന്യൂ SCERT എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ SCERT ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ പറയുന്നത്, തമിഴ് വരികൾ നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ് കോനേറി വാഴും കുറുകായി പിറപ്പേനെ എന്ന് പറയുന്ന കുലശേഖര ആഴ്വാർ എഴുതിയിട്ടുള്ളൊരു ഇത് നൽകിയിട്ടുണ്ട്, തമിഴ് വരികൾ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലൊരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. 9ാം നൂറ്റാണ്ടിൽ ആണ് കേരളത്തിൽ ജീവിച്ചിരുന്ന ആരാണ്, കുലശേഖര ആഴ്വാർ ആയിരുന്നു. അദ്ദേഹം എന്താണ് എഴുതിയിട്ടുള്ളത്, പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സമ്പൂർണ്ണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഭക്തി എന്ന് വെച്ചാൽ എന്താണ്, ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളെയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിവേചനം നേരിടുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. അങ്ങനെ ഓരോ ചൂഷണങ്ങളല്ലേ, ഓരോ ചൂഷണങ്ങളാണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ പല കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അല്ലേ ആ സമയത്ത്. അതുപോലെ തന്നെ ആൾക്കാരായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ വിവേചനങ്ങളും എല്ലാ കാര്യത്തിലും വിവേചനങ്ങൾ അവർ എന്തുണ്ടായിരുന്നു, ഓരോ ജനങ്ങൾക്കിടയിലും എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിവേചനം നേരിട്ട ആൾക്കാരാണ് ഭക്തി പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി പ്രസ്ഥാനം എന്താണ്, സൂഫി പ്രസ്ഥാനം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാതിട്ടുണ്ടെങ്കിൽ ആ 2 പ്രസ്ഥാനങ്ങളും പോയിട്ട് കാണാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. അപ്പോൾ ഇഷ്ടദൈവത്തോടുള്ള ഒരു ഇതായിട്ടല്ലേ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. അപ്പോൾ ആരാണ് ഭക്തകവികൾ എന്ന് പറയുന്നത്, ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഭക്തകവികൾ. ശിവഭക്തരും അതുപോലെ തന്നെ വിഷ്ണു ഭക്തരും. അപ്പോൾ CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ, ദക്ഷിണേന്ത്യൻ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. എന്തൊക്കെയാണ്, പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. എന്തൊക്കെയാണ്, പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം എന്നിവയൊക്കെ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളാണ്. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടത്. അപ്പോൾ എവിടെയാണ്, തമിഴ്നാട്ടിലാണ് ഈ ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടത്. ജനകീയ പ്രസ്ഥാനമായി മാറുന്നത് തമിഴ്നാട്ടിലാണ്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. എന്ത് കാരണമാണ് ജനങ്ങൾക്കിടയിൽ ഈ ഭക്തി പ്രചരിക്കുവാനുണ്ടായ കാരണം എന്താണ്, ഈ ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ
രചനകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ചിട്ട് എന്ത് ചെയ്തു? ദേശസഞ്ചാരം നടത്തി. അപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ഈ ഭക്തി പ്രചരിക്കുന്നത്. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തി കവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. അപ്പം അന്ന് കൂടുതൽ എന്താണ്? അസമത്വങ്ങളും അതുപോലെ തന്നെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അല്ലേ? അപ്പോൾ ഇത് സാധാരണക്കാരെ നന്നായിട്ട് സ്വാധീനിക്കുകയാണ് ഇവരുടെ ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയിലെ രചനകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന എന്താണ്? അർത്ഥശൂന്യമായിട്ടുള്ള കുറേ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ എന്താണ് ഈ രചനകളിലൂടെ ചോദ്യം ചെയ്യുകയാണ് അല്ലേ? ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. അപ്പോൾ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകളാണ് ഹൈന്ദവ മതത്തെ കൂടുതലായിട്ട് ജനകീയമാക്കുന്നത്. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ആഴ്വാർമാരും നായനാർമാരാണല്ലേ നമുക്ക് കൂടുതലായിട്ട് പറയുന്നത് ഈ ഭക്തി പ്രസ്ഥാനത്തിലുള്ളത്. ഈ ആഴ്വാർമാരുടെ രചനകൾ എന്നതാണ് 4000 ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ എന്താണ്? തിരുമുറൈകൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം, നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നാണ് അറിയപ്പെട്ടത്. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണ്? ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ നമ്മൾ പറഞ്ഞില്ലേ? ആഴ്വാർമാരും നായനാർമാരാണ്. അതായത് വിഷ്ണു ഭക്തരും എന്താണ്? ശിവഭക്തരുമുണ്ട്. വിഷ്ണു ഭക്തർ എന്ന് പറയുന്നത് ആഴ്വാർമാരാണ്, ശിവഭക്തർ നായനാർമാരാണ്. ഇനി വിഷ്ണു ഭക്തരിലുള്ളത് ആരൊക്കെയാണ്? കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. എന്താണ് പറയുന്നത്? ആഴ്വാർമാരാണല്ലോ അല്ലേ? അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. ഇനി ശിവഭക്തർ നായനാർമാരാണ്. കാരയ്ക്കലമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ എന്നിവയൊക്കെയാണ്. ഇനി എന്താണ് ബസവണ്ണ? കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹിയായിരുന്നു ബസവണ്ണ എന്ന് പറയുന്നത്. കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹിയായിരുന്നു. അദ്ദേഹം രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ചർച്ചയുടെ ചിത്രീകരണം നൽകിയിട്ടുണ്ട്. ഒരു ചർച്ച നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അനുഭവ മണ്ഡപം എന്ന് വെച്ചാൽ എന്താണ്? 12ാം നൂറ്റാണ്ടിലെ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ ആ സമയത്ത് ചർച്ചകളൊക്കെ നടന്നിരുന്നത് എന്താണ്? അനുഭവ മണ്ഡപത്തിലാണ്. ആരായിരുന്നു ആള്? ആരായിരുന്നു? ബസവണ്ണയാണല്ലേ? ബസവണ്ണയാണ് അത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്നത് അല്ലമ്മ പ്രഭു, അക്ക മഹാദേവിയരൊക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചകളിൽ. അതുപോലെ തന്നെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ എന്താണ് വിളിച്ചിരുന്നത്? വചനങ്ങൾ എന്ന പേരിലായിരുന്നു ജനങ്ങളിലേക്ക് പകർത്തി നൽകിയത്. അപ്പോൾ അക്കാലത്ത് നമ്മൾ പറഞ്ഞു ജാതീയമായ വിവേചനങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. അപ്പോൾ ബസവണ്ണ ആരാണ്? 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ? എന്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി കേട്ടോ എന്നീ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. ഇത് അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. അപ്പോൾ എന്നാ പറഞ്ഞത്? നമ്മൾ ഈ ബസവണ്ണ എന്ന് പറയുന്നത് ഒരു വീരശൈവ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഈ സ്വാതന്ത്ര്യ, സമത്വം, സാമൂഹ്യനീതിയൊക്കെ ഏകോപിപ്പിച്ചത് അല്ലേ? ഇനി വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു.
ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവവിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബസവ എന്ന് പറയുന്ന ആൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ബസവയാണ് അല്ലേ? ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവവിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഈടുനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. അപ്പോൾ എന്തൊക്കെയാണ് സന്ദേശങ്ങൾ? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ എന്താണ്? തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇതിനിടയിൽ ഇടനിലക്കാരുടെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ പുനർജന്മം എന്ന് പറയുന്നില്ല. ഈ ജന്മം തന്നെ നല്ല ഇതിൽ ജീവിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബസവണ്ണനെ കുറിച്ച് പഠിച്ചു. ഏത് ഭാഗത്തെ ആളായിരുന്നു എന്നാണ് ബസവണ്ണ പറഞ്ഞത്? ബസവണ്ണ കർണാടകയിലാണല്ലേ? നോക്കി, കർണാടകയിൽ ബസവണ്ണ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രതിമ, ബസവ കല്യാണിൽ സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമ നൽകിയിട്ടുണ്ട്. അപ്പോൾ കന്നഡ പ്രദേശത്താണല്ലേ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നതാണ് കബീർ. മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നാണ് കബീറിനെ അറിയപ്പെടുന്നത്. കബീർ പറയുന്നതാണ് അല്ലാ രാമൻ കരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട് അല്ലേ? 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ എഴുതിയത്. അപ്പോൾ കബീർ എഴുതിയ വരികൾ ഏതൊക്കെയാണ്? അല്ലാ രാമൻ കരീം കേശവ ഹരി ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതാം വളകൾ മോതിരങ്ങളും പൊന്നുദാനം ഇല്ലയോ. വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രമാണല്ലേ? അതായത് കുറേ പേരിട്ടിട്ട് ദൈവങ്ങളെ വിളിക്കുന്നുണ്ടെന്നാണല്ലേ പറയുന്നത്. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ദോഹകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെ അറിയപ്പെട്ടിരുന്നത്. ദോഹകൾ എന്നാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതീയ വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതായത് ഹിന്ദു മുസ്ലിം ഒന്നാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അനാവശ്യമായ ചടങ്ങുകളൊക്കെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? പൂജകൾ, മരണാനന്തര ചടങ്ങ്, വിഗ്രഹാരാധന, ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളേറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോശമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി സ്വാധീനിച്ചു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ട് നിരാകരിച്ചു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോശമാർഗമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. എല്ലാവരും സഞ്ചരിക്കുകയാണല്ലേ ചെയ്യുന്നത്. കബീർ ശിഷ്യരും ഗ്രാമമുഖ്യനോടൊപ്പം സംസാരിക്കുന്നതൊക്കെ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലമല്ലാതെന്ന് പറയാൻ വസ്തുത ഈ കാരണം ആളുകൾ മരിച്ചു വീഴുന്നു, പരിഹാരമായി മന്ത്രവാദം നടത്തണം. അപ്പോൾ കബീർ പറയാണ്, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല, ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകും എന്ന് പറഞ്ഞിട്ട് ആൾ എന്താണ് ചെയ്യുന്നത്? മറ്റൊരിക്കൽ കബീറും കൂട്ടുകാർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കൂത്തുന്നവരൊക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്,
ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങിയപ്പോൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ കബീറിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ആളാരാണ്? ഗുരു നാനാക്ക്. സ്നേഹവും സാഹോദര്യവും എന്ന് പറയുന്നത് നൽകിയിട്ടുണ്ട് അല്ലേ ഗുരു നാനാക്ക്. ഗുരു നാനാക്കും ഭായി മർദാനയും ഒരിക്കൽ സജ്ജൻ തങ്കിനി സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി ഗുരു നാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരു നാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. ഷാബാദ് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തങ്കിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണം എല്ലാം ദരിദ്രർക്ക് നൽകുവാനും സത്യസന്ധനായി ജീവിക്കുവാനും ഗുരു നാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ചു തുടങ്ങിയില്ലേ. അപ്പോൾ ഗുരു നാനാക്കിൻ്റെ കവിതകളിലൂടെ ആർക്കൊക്കെ എല്ലാവർക്കും എന്തായില്ലേ സഹായമായില്ലേ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലൂടെ എല്ലാവർക്കും അത് സഹായമാകാണ് ചെയ്തത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 15ാം നൂറ്റാണ്ടിലെ പഞ്ചാബിലെ ഷേഖ്പുരിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. അപ്പോൾ ഗുരു നാനാക്ക് ജനിച്ചത് എവിടെയാണ്? 15ാം നൂറ്റാണ്ടിലെ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടിയിലാണ്. അതായത് പാകിസ്ഥാനാണ് ഇപ്പോൾ കേട്ടോ. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കുവാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ സഞ്ചാരം ആണല്ലേ ചെയ്യുന്നത്. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? എല്ലാവർക്കും ഒരു ദൈവമാണെന്ന വിശ്വാസമായിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്നേഹം, നന്മ, സഹിഷ്ണുത തുടങ്ങിയ ആശയങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർത്ഥാടനം, വിഗ്രഹാരാധന എന്നിവയൊക്കെ നിരാകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസമത്വങ്ങളെ നിരാകരിച്ചു. ലഹരി വേണ്ടാന്ന് വിചാരിച്ചു അല്ലേ. അതുപോലെ തന്നെ അടുക്കള എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന അടുക്കളയാണ് ലങ്കാർ എന്ന് പറയുന്നത്. അതൊക്കെ അതിലൊക്കെ എന്ത് ചെയ്തു? അങ്ങനെ ലങ്കാറിലൂടെ അടുക്കളയുടെ പ്രാധാന്യമൊക്കെ വ്യക്തമാക്കി കൊടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിയിച്ചത്. ഗുരു നാനാക്കിൻ്റെ ആശയമാണ്. കബീറിൻ്റെയും ഗുരു നാനാക്കിൻ്റെയും സാമൂഹികവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിക്കുകയാണ്. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ എന്ന് പറയുന്നത്. ഗുരു ഗ്രന്ഥ സാഹിബിനെയാണ്. ഗുരു നാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അല്ലേ. ഗുരുക്കന്മാരുടെ അല്ലേ ഗുരു നാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ജാതിലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൈന, ബുദ്ധ, ഇസ്ലാം മതം അല്ലേ. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങൾ നമുക്ക് നോക്കാം. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. അപ്പോൾ ആ സമയത്ത് എന്താണ് പറയുന്നത്? ആ സമയത്ത് സ്ത്രീകൾ വരാണല്ലേ. സ്ത്രീകൾ മുന്നോട്ട് വന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോട് കൂടിയിട്ട് ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സ്ത്രീകളെ ആവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയാണ് മീരാബായി. മീരാബായിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണ ഭജനുകളേറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്തകവൈത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. അതായത് വൈത്രി എന്ന് വെച്ചെന്നാണ് ഈ സ്ത്രീകളെ എന്താ പറയുന്നത്. കാരയ്ക്കൽ അമ്മയാറും ആണ്ടോൾ എന്നിവർ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖിയായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടത്തിയ ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. പിന്നെ ആരൊക്കെയാണ്? മഹാരാഷ്ട്രയിലെ ദഹിനാബായി, സൊയ്റാബായി, കാശ്മീരിലെ ലാൽ ദേവ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. അപ്പോൾ ഇവരെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു.
ഇനി എന്തൊക്കെയാണ് ഭക്തി പ്രസ്ഥാനത്തിലെ ഫലങ്ങൾ എന്ന് പറയുന്നത്? ഭക്തി പ്രസ്ഥാനത്തിലെ ഫലങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞൊക്കെ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. ഭക്തകവികളൊക്കെ ആദ്യം താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു തുടങ്ങി. തൽഫലമായ സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അങ്ങനെ താഴോട്ട് നിന്ന ആൾക്കാരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുകയാണ്. അതായത് അവിടെ സാമൂഹിക സമത്വം എന്ന് പറയുന്ന ആശയം രൂപപ്പെടാനാണ് കാരണമായി അല്ലേ. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ അപ്പം എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടും ഈ ഭക്തി പ്രസ്ഥാനത്തിലൂടെ എന്തുണ്ടായിട്ടുണ്ട്? ഭക്തി പ്രസ്ഥാനത്തിലൂടെ ഉപകാരമായിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഭക്തി പ്രസ്ഥാനം നമ്മളെ കംപ്ലീറ്റ് ആവാണ്. നെക്സ്റ്റ് പറയുന്നത് സൂഫി പ്രസ്ഥാനമാണ്. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശനം വരെ മൗലിയെ അറിയാൻ പാടില്ല, അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയെ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാത്ത ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നുവല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു, രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുകയാണല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയാണ് ഭയപ്പെട്ടിരുന്നത് എന്നൊക്കെയാണ് അല്ലേ പറയുന്നത്. ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായിട്ട് സ്വീകരിച്ചവരെയായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. ഭക്തിയെ ദൈവത്തോട് അടുക്കാനുള്ള മാർഗമാണെന്ന് വിചാരിച്ചിരുന്നവരായിരുന്നു സൂഫികൾ. അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫിമാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ചവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകി. സൂഫിസം എന്ന പദം ഉണ്ടായത് എങ്ങനെയാണ്? കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്ന്, അല്ലെങ്കിൽ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നൊക്കെയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത്. മധ്യേഷ്യൻ പ്രദേശങ്ങളിലാണ്ടോ ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. അന്ന് സമ്പത്തും അധികാരം, ആഡംബര ജീവിതമൊക്കെയായിരുന്നു ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് സൂഫിസം ഉയർന്നു വന്നത്. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗത്തിൽ ചിസ്തി, സുഹ്റവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നൊക്കെ അനുയായികളെ മുരീദ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ സൂഫി ഗുരുവിനെ എന്താണ്? പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നൊക്കെയാണ് അന്ന് വിളിച്ചിരുന്നത്. സൂഫികളുടെ താമസ സ്ഥലങ്ങളിലായിരുന്നു ഖാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്? ഖാൻഗാഹുകളാണ്. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് ഖവ്വാലികൾ. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളെയാണ് ഖവ്വാലികൾ എന്ന് പറയുന്നത്. സൽത്തനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുവാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. സൽത്തനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുവാനായിട്ട് അന്നത്തെ സൂഫികൾക്ക് സാധിച്ചിരുന്നു. അപ്പോൾ സൂഫി വര്യന്മാരും പ്രദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി സിൽഹേറ്റിലാണ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലെ. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി ആരാണ്? അജ്മീറിലെ ആളാണ്. അപ്പോൾ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി എവിടെയാണ്? സിൽഹേറ്റ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ.
ഭക്തി ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗ്ഗമായിട്ട് സ്വീകരിച്ചു സൂഫികൾ. അതുപോലെ തന്നെ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗ്ഗം ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി പറഞ്ഞൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുള്ളൂ കേട്ടോ. ഇനി എന്താണ് പ്രാദേശിക ഭാഷകളുടെ വളർച്ച എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. പ്രാദേശിക ഭാഷകളുടെ വളർച്ച കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെറിയൊരു പോർഷൻ എടുത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയ പ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിലും ധാരാളം സാഹിത്യകൃതികൾ ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നാണ് ഉറുദു ഭാഷ ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇക്കാലത്ത് ഉറുദു ഭാഷയിൽ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ ആരായിരുന്നു? അമീർ ഖുസ്രു ആയിരുന്നു. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളൊക്കെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. ഇനി പ്രാദേശിക ഭാഷകളും കൃതികളും നൽകിയിട്ടുള്ള രചയിതാവ് അല്ലേ. തമിഴിലെ 4000 ദിവ്യ പ്രബന്ധം തിരുമുറൈകൾ എന്ന് പറയുന്നത് ആഴ്വാർമാർ നായന്മാരാണ് രചയിതാവ്. കന്നഡ വചനങ്ങൾ എന്ന് ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു. തെലുങ്ക് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രകഥ. ബംഗാളി ഗീതാ ഗോവിന്ദം ജയദേവൻ അല്ലേ. ബംഗാളി ഗീതാ ഗോവിന്ദം ജയദേവൻ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബംഗാളിലാണ് ഗീതാ ഗോവിന്ദം ജയദേവൻ. ഹിന്ദി പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി. മലയാളം ജ്ഞാനപ്പാന അധ്യാത്മരാമായണം കിളിപ്പാട്ട് മുഹിദ്ദീൻ മാലക്ക് അല്ലേ. മലയാളം ജ്ഞാനപ്പാന ആരുടെയാണ്? പൂന്താനത്തിനെയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മുഹിദ്ദീൻ മാല കാസി മുഹമ്മദ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? തമിഴിൽ 4000 ദിവ്യ പ്രബന്ധം ആഴ്വാർമാരും തിരുമുറൈകൾ നായനാർമാരുടെയാണ്. കന്നഡ വചനങ്ങൾ ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു. തെലുങ്ക് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രകഥ. ബംഗാളി ഗീതാ ഗോവിന്ദം ജയദേവൻ. ഹിന്ദി പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി. മലയാളം ജ്ഞാനപ്പാന അധ്യാത്മ രാമായണം കിളിപ്പാട്ട് മുഹിദ്ദീൻ മാല ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജ്ഞാനപ്പാന പൂന്താനത്തിനെയാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ്. മുഹിദ്ദീൻ മാല ഗാസി മുഹമ്മദാണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ബംഗാളി ജയദേവൻ ഗീതാ ഗോവിന്ദം എവിടെയാണ് വന്നതെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. ഇത് എവിടുന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ. മധ്യകാലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. ജ്ഞാനപ്പാനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭക്തി സൂഫി ആശയങ്ങളെ സ്വാധീനം എങ്ങനെയാണെന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്ന് നോക്കിയേ. മതസഹിഷ്ണുത നമ്മൾ പറഞ്ഞില്ലേ, സമത്വമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യുവാനുള്ള മനോഭാവം, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് മനസ്സിലായി. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചിത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തു. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയുവാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിന് മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളെ പ്രേരണയിൽ നിന്നും രൂപം കൊണ്ടവയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്നാലും ഇതിനിടയ്ക്ക് എന്താണ് പ്രധാനപ്പെട്ട കൃതികളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, പഠിച്ചു വയ്ക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.